നമുക്കിന്നൊരു സിമ്പിളായിട്ട് ഒരു മുട്ട ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഗ്യാസ് കത്തിച്ച് അടുപ്പത്തൊരു പാത്രം വെക്കുകയാണ്. പാത്രം ചൂടാകുമ്പോൾ ഫ്രൈ വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ശകലം നെയ്യ് ഒഴിക്കുക. ശകലം അവിടെ തന്നെയാണ് ഞാൻ പാരുന്നത്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കാം. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇല്ല. ഞാൻ സിമ്പിളായിട്ട് ആക്കുന്നതുകൊണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും ഒന്നും എടുത്തിട്ടില്ല. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. വറുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ കുറച്ചുകൂടി അല്പം കൂടി നെയ്യും കുറച്ച് തവിട് എണ്ണയും കൂടി ഒഴിക്കാം. അതിലേക്ക് ഏലക്കായും കറുവാമ്പട്ടയും ഇടാം. ഗ്രാമ്പു എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് അത് ചേർക്കുന്നില്ല. ഇത് ചൂട്ടി വരുമ്പോൾ നമുക്ക് അരി ഇടാം. ഞാനൊരു അരക്കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന തോതിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കേണ്ടത് വെള്ളം. നമുക്ക് കുറച്ചൊന്ന് വരില്ലേ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഓക്കെ, അരി കുറച്ച് നേരം വറുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യാനുസരണം തിളച്ച ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാലേ വെന്ത് കഴിയുമ്പോൾ ചോറിന് ഉപ്പ് കറക്റ്റാവുള്ളൂ. നമുക്കിതിനുപ്പ് പാകമാണോ എന്ന് നോക്കാം. കുറച്ചുകൂടി വേണം, കുറച്ച് കുറവാണ്. ഇത് മതിയാവും. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ചോറ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ നമുക്ക് ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. പാത്രം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഒരു ലേശം നെയ്യ് ഒഴിക്കണം. പിന്നെ കുറച്ച് തവിട് എണ്ണ. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഒരു 4-5 ഉള്ളിയാണ് ചെറുങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഉള്ളി ഏകദേശം ഒന്ന് വാടി വരട്ടെ. ഉള്ളി ഒന്ന് വേഗം വാടിക്കിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 3 പച്ചമുളക്, കുറച്ച് കുരുമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എന്നിവ മിക്സിയിൽ ചതച്ചിട്ട് അത് ഇതിലേക്ക് ഇടാം. ഇതൊന്ന് വഴറ്റി കുറച്ച് നേരം വഴറ്റണം. ഇത് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 4 തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് നേരം വഴറ്റണം. ഈ വഴറ്റിയ ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മല്ലിപ്പൊടി, ഇത് ആവശ്യാനുസരണം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് വഴറ്റണം. മസാല ഒന്ന് ഏകദേശം അതിന് പച്ചമണം മാറിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം. ഈ മസാല ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മതി. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കോഴിമുട്ട ചേർക്കാം. ഇതിനിടയിൽ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് തിളച്ച് വന്ന ഈ മസാലയിലേക്ക് നമുക്ക് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഞാനൊരു 6 കോഴിമുട്ടയാണ് ചേർക്കുന്നത്.
ഇതൊന്ന് നമുക്ക് മുട്ടയിലേക്ക് മസാലയെല്ലാം മൂടി കൊടുക്കുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്നിപ്പോൾ മുട്ടയിലേക്ക് മസാല മൂടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ബാക്കി മല്ലിയില നമുക്ക് ദമ്മിടുമ്പോൾ ആവശ്യമാണ്. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറുതീയിലൊന്ന് ഇതാക്കിയെടുക്കും. നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം. മസാല കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ചോറ് ദമ്മിടാം. ഇതിൻ്റെ മുകളിലേക്ക് ചോറ് നമുക്ക് ദമ്മിടാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില, വറുത്ത് വെച്ച ഉള്ളി എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ചോറിടാം. ബാക്കിയുള്ള മുഴുവൻ ചോറും പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില, ബാക്കിയുള്ള വറുത്ത ഉള്ളി കൂടി ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ചെറിയ സ്ലിമ്മിൽ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വയ്ക്കുക. ഒരു 5 മിനിറ്റ് നേരം. അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലേക്ക് വെയിറ്റുള്ളൊരു കല്ല് ഞാൻ വയ്ക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് തുറന്നു നോക്കാം. നമുക്ക് എന്നാൽ പാത്രം തുറന്നു നോക്കാം. ചോറ് നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ചോറിന്ന് എൻ്റെ മോളാണ് ടേസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ട് നമുക്ക് ഇനി ടേസ്റ്റ് നോക്കാം. ഇപ്പോൾ മുട്ട ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീട്ടിൽ. എന്നിട്ട് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യണേ. ബൈ.